അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഈ ഇവിടെ താമസമാക്കിയിട്ട് ഒരു 2 മാസം കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം നാടുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ഈ വഴിയിലൊക്കെ അദ്ദേഹം നല്ല ബന്ധമായിരുന്നു. എല്ലാവരും അയൽവക്കത്തെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. കുട്ടികളും എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. നാട്ടിൽ അദ്ദേഹം ഒരു ബന്ധം ആക്കി ഇങ്ങനെ ആളുകളൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. പക്ഷേ വളരെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാൽ തന്നെ പെട്ടെന്ന് അടുത്തിടപഴകുന്ന ഒരു സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് പിന്നെ നല്ലൊരു നല്ല സ്വഭാവത്തിന് അധികം നല്ലൊരു സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വേദനയിലാണ്, അല്ലെങ്കിൽ വളരെ ഞെട്ടലിൽ തന്നെയാണ്. കാരണം ഇന്നലെ രാവിലെ ഒരു 9 മണിക്ക് സംസാരിച്ച് ഇന്നലെ ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചിവിടെ എത്തും, എന്നിട്ട് അമ്പലത്തിൽ ഉത്സവമാണ്, അപ്പോൾ അതിന് വൈകുന്നേരം പോകാവുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് ഒക്കെ പറഞ്ഞു പോയ ഒരു വ്യക്തി. പക്ഷേ ഇപ്പോൾ വിയോഗം നമ്മൾ അറിയുമ്പോൾ ഇപ്പോഴും നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം ജീവനോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ് പോയിരിക്കുന്ന ബന്ധുക്കൾ തൃശ്ശൂരേക്ക്? സഹോദരി ഭർത്താവും പിന്നെ അടുത്ത ഒരു 5 ബന്ധുക്കളുമാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ അറിയിക്കാമെന്ന് പറഞ്ഞേക്കണം ബാക്കി എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത്. അത് വെയിറ്റ് ചെയ്യണം, എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളുള്ളത്. NSSൻ്റെ ആളെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്നുള്ളൊരു ഇത് കിട്ടിയിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ. എങ്ങനെയാണ് ഏട്ടാ നാട്ടുകാരനെന്ന നിലയിൽ വിനോദ്? എനിക്ക് നല്ല പരിചയം കുറവാണെങ്കിൽ പോലും എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഞങ്ങളുടെ NSS പ്രതിനിധിയാണ് ഞാൻ. കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവിടെ വീട് മേടിച്ച് താമസിക്കുമ്പോൾ NSSുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ മിനിങ്ങാന്ന് അമ്പലത്തിൽ വന്ന് ഉച്ചയ്ക്ക് പ്രസാദ സദ്യയൊക്കെ കഴിച്ചിട്ട് പോയതാണ്. ഇന്ന് വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ്. പക്ഷെ ഇതൊരു നാടിനൊരു തീരെ ദുഃഖമായി മാറിയേക്കാണ്. നമുക്ക് കളയാൻ പറ്റുന്നില്ല.